ഹായ് എവറി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ വീഡിയോയിൽ ചാപ്റ്റർ 2 ഓണം എക്സാമിനുള്ള ചാപ്റ്റർ 2-ലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി പഠിക്കാം. ചാപ്റ്റർ 2 ഏതാണ്? തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. അപ്പോൾ തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനു മുമ്പ് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ പഠിക്കുന്നത്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണല്ലോ, അതുകൊണ്ടാണ് അത് വെച്ച് നമ്മൾ ചെയ്യുന്നത്. നോക്കാം. The slope of indifference curve is dash. A. P1 into P2. B. PPC. C. Minus P1 by P2. D. None. ഇതിന് ആൻസർ എന്താണ്? ആൻസർ ഈസ് the slope of the indifference curve is minus P1 by P2. Okay? ഇതിന്റെ explanation നോക്കാം. The slope of an indifference curve is the marginal rate of substitution. Okay, slope of indifference curve is equal to slope of indifference curve എന്ന് പറയുന്നത് marginal rate of substitution നോട് ഈക്വൽ ആണ്. സോ അതിന്റെ വാല്യൂ ആണ് മൈനസ് P1 by P2 എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു മൈനസ് P1 by P2 എന്നുള്ളതും ദ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനോട് ഈക്വൽ ആണെന്നുള്ളതും ആ 3 പോയിന്റ്സ് പഠിച്ചു വെക്കണം. ഓക്കെ, സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ മൈനസ് P1 by P2, അതേപോലെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ 3 കാര്യങ്ങളും ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ എബിലിറ്റി ഓഫ് എ കമ്മോഡിറ്റി ടു സാറ്റിസ്ഫൈ വാണ്ട്സ് ഇസ് റെഫർഡ് ടു as ഡാഷ്. അതായത് ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്, ഒരു ഗുഡ്, ആ ഗുഡ്, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ദാഹിച്ചപ്പോൾ കടയിൽ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം മേടിച്ചു കുടിക്കുന്നു. അപ്പോൾ ആ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങളുടെ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, തൃപ്തി, സംതൃപ്തി, ആ ഒരു നമ്മുടെ ആവശ്യങ്ങളിനെ നമ്മളെ സംതൃപ്തിപ്പെടുത്താൻ പറ്റും. ആ ഒരു കഴിവ് എല്ലാ പ്രൊഡക്ട്സിനും ഉണ്ട്, എല്ലാ ഗുഡ്സിനും ഉണ്ട്. നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആവശ്യം സാധിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പം ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ ആ ഒരു കഴിവ്, ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ അതാണ് യൂട്ടിലിറ്റി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. The relationship between input and output is known as dash. Answer, production function. എന്താണ്? It shows how inputs are transformed into outputs. എങ്ങനെയാണ് ഇൻപുട്സ് ഔട്ട്പുട്ട്, അതായത് ഇപ്പോൾ റോ മെറ്റീരിയൽസ് വെച്ച് നമ്മൾ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കും. അതാണ് എങ്ങനെയാണ് ഇൻപുട്സിനെ ഔട്ട്പുട്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ആ ഒരു ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ കാർഡിനൽ യൂട്ടിലിറ്റി ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി ആണ്. കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറഞ്ഞുതരാം ആദ്യം. ടീ ഗിവ്സ് 10 യൂട്ടിൽസ്, കോഫി ഗിവ്സ് 5 യൂട്ടിൽസ്. ഇതാണ് കാർഡിനൽ യൂട്ടിലിറ്റി. ഇത്രയേ ഉള്ളൂ. സാറ്റിസ്ഫാക്ഷൻ ക്യാൻ ബി മെഷേർഡ് ന്യൂമറിക്കലി. യൂട്ടിൽസ് ഉപയോഗിച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ്, അതായത് നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സംതൃപ്തിനെ നമ്പർ ഉപയോഗിച്ചിട്ട്, അതായത് 10 യൂട്ടിൽസ്, 5 യൂട്ടിൽസ്, അങ്ങനെ നമ്പർ ഉപയോഗിച്ച് ന്യൂമറിക്കലി മെഷർ ചെയ്യുന്നതിനെയാണ് കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. ഓർഡിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് അറിയാമോ? ടീ ഈസ് പ്രിഫേർഡ് ഓവർ കോഫി. ടീക്കാണ് കോഫിയേക്കാൾ പ്രിഫറൻസ്, അതായത് ഫസ്റ്റ് എനിക്ക് ഇഷ്ടം ഇതാണ്, സെക്കൻഡ് പ്രിഫറൻസ് അതാണ് എന്ന് പറയില്ലേ. സാറ്റിസ്ഫാക്ഷൻ ക്യാൻ ഓൺലി ബി റാങ്ക്ഡ് ഇൻ ടേംസ് ഓഫ് പ്രിഫറൻസ്. പ്രിഫറൻസിന്റെ ബേസിസിൽ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ റാങ്ക് ചെയ്യുന്നതിനെയാണ് ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. അപ്പോൾ ഡിഫറൻസ് പറയുമ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ്, 10, 5 എന്നൊക്കെ പറഞ്ഞ് ക്വാണ്ടിറ്റി മെഷർമെന്റ് ആണ് അവിടെ വരുന്നത്. ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ക്വാളിറ്റേറ്റീവ് റാങ്കിങ് ആണ്. ഓക്കെ, സോ ഇതാണ് ഡിഫറൻസസ്. നെക്സ്റ്റ് വൺ നോക്കാം. മെൻഷൻ എനി 3 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ എന്തോരം ക്വാണ്ടിറ്റി വേണം എന്ന് തീരുമാനിക്കുന്നതിന് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. എസ്പെഷ്യലി 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് പ്രൈസ് ഓഫ് ദ കമോഡിറ്റി. അതായത് ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണത്. ആസ് പ്രൈസ് ഡിക്രീസസ് കൺസ്യൂമേഴ്സ് ബൈ മോർ ആൻഡ് വൈസ് വേഴ്സ. ഒരു പ്രൊഡക്റ്റിന് വില കുറയുമ്പോൾ കൂടുതൽ മേടിക്കും നമ്മൾ, അങ്ങനെയാണ്.
അതാണ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിന്റെ വില കുറയുമ്പോഴാണ് നമ്മളത് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത്, കൂടുതൽ ക്വാണ്ടിറ്റി മേടിക്കുന്നത്. അതേപോലെ തന്നെ ഓപ്പോസിറ്റും അല്ലേ, വില കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയ്ക്കും. ഇപ്പൊ ആരെങ്കിലും വെളിച്ചെണ്ണ കുറവ് മേടിക്കുമോ? ഇല്ല. കാരണം എന്താ? വെളിച്ചെണ്ണയുടെ പ്രൈസ് കൂടുതലാണ്. എന്നാൽ വെളിച്ചെണ്ണയുടെ പ്രൈസ് കുറയുമ്പോഴോ നമ്മൾ കൂടുതൽ മേടിക്കുമായിരിക്കും അല്ലേ? യെസ്. അതായത് വില കൂടിയപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിൽ കുറവ് വന്നു. സോ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ആദ്യത്തെ പോയിന്റ്. സെക്കൻഡ് വൺ, ഇൻകം ഓഫ് കൺസ്യൂമേഴ്സ്. ഹയർ ഇൻകം ആണെങ്കിൽ ഹയർ ഡിമാൻഡ് ആയിരിക്കും നോർമൽ ഗുഡ്സിന് ഉണ്ടാവുക. മനസ്സിലായോ? അതായത് നമുക്ക് നല്ല വരുമാനമുള്ള ഒരാളാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? കൂടുതൽ സാധനങ്ങൾ മേടിക്കും. അതായത് ഇവിടെ നോർമൽ ഗുഡ്സ് എന്നാണ് പറയേണ്ടത് അല്ലേ? ഹയർ ഡിമാൻഡ് ഫോർ നോർമൽ ഗുഡ്സ്. നോർമൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലക്ഷറി ഐറ്റംസ് ഒക്കെയാണ് അതിൽ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇക്കണോമിക്സിന്റെ ബേസിസിൽ നോർമൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വരുമാനം കൂടുമ്പോൾ അതിന്റെ ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കൂടുന്നു. ഓക്കെ, അതായത് ആളുകളുടെ കയ്യിൽ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ കൂടുതൽ സാധനങ്ങൾ മേടിക്കും. ഇപ്പൊ ലക്ഷറി ഐറ്റംസ് വാങ്ങിക്കും, ഇപ്പൊ യാത്രകൾ പോകും, കാരണം കൂടുതൽ പൈസ ഉണ്ട്, ഇൻകം കൂടുതലാണ്. സോ ഇൻകം ഓഫ് കൺസ്യൂമേഴ്സ് ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന പറയുന്നത് അതാണ്. ഹയർ ഡിമാൻഡ് ആയിരിക്കും ഹയർ ഇൻകം ഉള്ളവർക്ക് നോർമൽ ഗുഡ്സിനോട്. എന്ന് പറഞ്ഞാൽ ലക്ഷറി ആയിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ ഡിമാൻഡ് കൂടും. ആളുകൾ അത് കൂടുതൽ ഇൻകം ഉള്ളവർ അതൊക്കെ മേടിക്കുമ്പോൾ. നെക്സ്റ്റ് വൺ ഇസ് പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇൻ കോംപ്ലിമെന്റ് എഫക്ട് ഡിമാൻഡ്. റിലേറ്റഡ് ഗുഡ്സ് എന്താണെന്ന് വെച്ചാൽ കോംപ്ലിമെന്ററി ഗുഡ്സ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഒക്കെ അതിൽ വരുന്നതാണ്. അതായത് ഇപ്പോൾ നമുക്ക് പീനട്ട് ബട്ടർ ആൻഡ് ജെല്ലി ഓക്കെ ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയത്. ഇപ്പോൾ കൊക്കക്കോളയ്ക്ക് പകരം പെപ്സി ഉപയോഗിക്കാം, ഐഫോൺ ഉപയോഗിച്ചില്ലെങ്കിൽ ആപ്പിൾ ഉപയോഗിക്കാം. സോ അതാണ്. അപ്പോൾ പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ഇതിന് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോൾ ഈ പോയിന്റ്സ് ആണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന റിലേറ്റഡ് ഗുഡ്സിന്റെ പ്രൈസ് നമ്മുടെ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഡിമാൻഡിനെ എഫക്ട് ചെയ്യാം. എങ്ങനെയാണ്? ഇപ്പൊ നോക്കിയേ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സബ്സ്റ്റിറ്റ്യൂട്ട്സ് കോംപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് നോക്കിയേ. ഇപ്പൊ നമ്മളിപ്പോ കൊക്കക്കോളയുടെ പ്രൈസ് കൂടി എന്ന് വിചാരിക്കാം, മറ്റേ നമ്മൾ പെപ്സി മേടിക്കും. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പെപ്സിയുടെ അതായത് കോളയുടെ വില കൂടിക്കഴിഞ്ഞാൽ പെപ്സി മേടിച്ചാൽ മതിയല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഏതെങ്കിലും മേടിച്ചാൽ മതി നമുക്ക്. കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിന്റെ വില കൂടുകയാണെങ്കിൽ ഓക്കെ മറ്റേതിന്റെ വില കുറയും. അതായത് ഇപ്പോൾ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾക്ക് കാറ് മേടിക്കണം എന്ന് വിചാരിക്കാം. പെട്രോളിന്റെ വില കൂടി ഓക്കെ, അപ്പോൾ നമ്മൾ കാറിന് ഡിമാൻഡ് ചെയ്യുന്നത് ഇച്ചിരി കുറയും. പെട്രോൾ ഭയങ്കര വില, അപ്പോൾ നമ്മൾ കാറ് ഡിമാൻഡ് ചെയ്യുന്നത് കുറയും. മനസ്സിലായോ? സോ റിലേറ്റഡ് ഗുഡ്സിന്റെ പ്രൈസ് ഈ ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന പറയുന്നത് അതാണ്. നമ്മളിപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ വിലയും, അതായത് ഇപ്പോൾ കോള വാങ്ങിക്കാനായിട്ട് കാശ് കൂടുതലാണെങ്കിൽ പെപ്സി മേടിക്കും. കണ്ടോ, അവിടെ ഡിമാൻഡിൽ വ്യത്യാസം വന്നുണ്ടോ? പെപ്സിക്ക് ഡിമാൻഡ് വന്നു. അതേപോലെ കോംപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ മറ്റേതാണ്. നമ്മളിപ്പോ കാറിന്റെ അതായത് ഇപ്പോൾ പെട്രോളിന്റെ വില കൂടിക്കഴിഞ്ഞാൽ കാറിന്റെ ഡിമാൻഡ് കുറയും. കണ്ടോ, ആ ഒരു ഇത് അവിടെ ഡിമാൻഡിനെ എഫക്ട് ചെയ്തുകൊണ്ടോ? ആ ഒരു പ്രൊഡക്ട്സിന്റെ ഒരു പ്രൈസ്, അല്ലെങ്കിൽ ആ ഒരു ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് തന്നെയാണ്. സോ ഇതിനെയാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ പ്രൊഡക്റ്റ് എന്ന് പറയാം. അടുത്തത്, എക്സ്പ്ലെയിൻ വൈ ദ ബഡ്ജറ്റ് ലൈൻ ഇസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. എന്തുകൊണ്ടാണ് ബഡ്ജറ്റ് ലൈൻ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്ന് പറയുന്നത്? ബഡ്ജറ്റ് ലൈൻ ഷോസ് combinations of two goods that can be purchased with a given income and prices. നമുക്കുള്ള ഇൻകമും ആ പ്രൊഡക്റ്റിന്റെ പ്രൈസും അത് വെച്ചിട്ട് നമുക്ക് എത്ര ഗുഡ്സ്, അതായത് രണ്ട് ഗുഡ്സിൽ എന്തോ ആ കോമ്പിനേഷൻ, രണ്ട് ഗുഡ്സ് എന്തോരം മേടിക്കാൻ പറ്റും എന്നുള്ള ഒരു കോമ്പിനേഷൻ ആണ് ബഡ്ജറ്റ് ലൈൻ കാണിക്കുന്നത്. അതായത് ഇറ്റ് സ്ലോപ്സ് ഡൗൺവേർഡ് ബിക്കോസ് if more of one good is purchased, less of other must be bought. അതായത് രണ്ട് ഗുഡ്സ് ഒരെണ്ണം കൂടുതൽ മേടിച്ചാൽ, നമ്മുടെ ഇപ്പോൾ ഒരു 100 രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. 80 രൂപയ്ക്ക് ആപ്പിൾ മേടിച്ചു, 20 രൂപയ്ക്ക് ഓറഞ്ച് മേടിച്ചു. അപ്പോൾ 80 രൂപയ്ക്ക് ആപ്പിൾ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
പിന്നെ നമ്മുടെ കയ്യിൽ 20 രൂപയുള്ളൂ. സോ 20 രൂപയ്ക്ക് ഓറഞ്ച് മേടിക്കേണ്ടി വരും. അങ്ങനെയാണ്. മനസ്സിലായോ? നമ്മുടെ കയ്യിൽ ആകെ 100 രൂപയുള്ളെങ്കിൽ നമ്മൾ ആ 100 രൂപയുടെ ഉള്ളിൽ നിന്ന് കൊണ്ട് തന്നെ 2 പ്രൊഡക്ട്സും മേടിക്കണം. ഒരെണ്ണം കൂടുതൽ മേടിച്ചാൽ ആപ്പിൾ 80 രൂപയ്ക്ക് മേടിച്ച് കഴിഞ്ഞാൽ ലെസ് ഓഫ് ദി അതർ മസ്റ്റ് ബി ബോട്ട്. നമുക്ക് ഓറഞ്ച് 20 മേടിക്കാൻ പറ്റുള്ളൂ. കണ്ടോ? അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഈ ഒരു സംഭവമാണ് ബഡ്ജറ്റ് ലൈനിൽ പറയുന്നത്. അതായത് ഇറ്റ് ഷോസ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് ദറ്റ് ക്യാൻ ബി പർച്ചേസ്ഡ് വിത്ത് ഗിവൺ ഇൻകം ആൻഡ് പ്രൈസസ്. നമ്മുടെ കയ്യിലുള്ള ഇൻകമും നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻകമും ആ പ്രൊഡക്റ്റിന്റെ പ്രൈസും വെച്ചിട്ട് നമ്മൾക്ക് ഗുഡ്സിന്റെ എങ്ങനെ മേടിക്കാൻ പറ്റുമോ ആ ഒരു കോമ്പിനേഷൻസ് കാണിക്കുന്നതാണ് ബഡ്ജറ്റ് ലൈൻ. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. എന്താണിത്? The law of diminishing marginal utility states that as a consumer consumes more and more units of a commodity, the additional satisfaction, that is marginal utility, derived from each successive unit decreases. Example പറയുമ്പോൾ ക്ലിയർ ആവും. Eating the first apple gives high satisfaction. വിശക്കുന്നു, ഒരു ആപ്പിൾ ആദ്യം എടുത്ത് കഴിച്ചു, നല്ല സംതൃപ്തി കിട്ടും. But by the fourth or fifth apple, satisfaction decreases. 4ാമത്തെ ഒരു ആപ്പിൾ കഴിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ 5ാമത്തെ ആപ്പിൾ കഴിക്കുമ്പോഴേക്കും ഫസ്റ്റ് ആപ്പിൾ തന്ന സാറ്റിസ്ഫാക്ഷൻ ആണോ? അല്ല. അതായത് അതാണ് ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ കോൺസെപ്റ്റ്. ഒരു കൺസ്യൂമർ കൂടുതൽ കാര്യങ്ങൾ ഒരു കമ്മോഡിറ്റിയുടെ കൂടുതൽ യൂണിറ്റ്സ്, കൂടുതൽ നമ്പേഴ്സ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ, അതായത് ആദ്യം കിട്ടുന്നതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ ഓരോ യൂണിറ്റ് വരുന്നോളും കുറഞ്ഞുകൊണ്ടേയിരിക്കുള്ളൂ. അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ ആദ്യം കഴിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനിലേക്ക് ബാക്കി കഴിക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുക. അത് കൂടല്ല, അത് എപ്പോഴും കുറഞ്ഞാണ് ഇരിക്കുള്ളൂ. അതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണം. പിന്നെ നിങ്ങൾക്ക് ഒരെണ്ണം എന്ന് പറഞ്ഞ ഒരു പാർട്ട്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ സെക്കൻഡ് ചാപ്റ്ററിൽ അപ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ വേറൊരു വീഡിയോയും കൂടി നിങ്ങൾക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിലിടാം. നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ്. അതിൽ 2ാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. അതും കൂടി കണ്ടു കഴിഞ്ഞാൽ നല്ല മാർക്സ് മേടിക്കാൻ പറ്റും, നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്, എനിക്ക് ഉറപ്പാണ്. അത് ഒരു 35 മിനിറ്റ്സിൻ്റെ ഒക്കെ ഒരു വീഡിയോയും കൂടിയാണ്. നിങ്ങൾ ടെക്സ്റ്റ് ഫുൾ പഠിച്ച് കഷ്ടപ്പെടേണ്ട. ആ വീഡിയോയും ഇതും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു സെക്കൻഡ് ചാപ്റ്റർ ഓക്കെ ആണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.